ഹായ് ഗായ്സ്, ഇതെന്താണെന്ന് മനസ്സിലായോ? മനസ്സിലാക്കി തരാം. എപ്പോഴും പിൻട്രസ്റ്റ് നോക്കുമ്പോൾ പിൻട്രസ്റ്റ് കണ്ട് ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കി നോക്കുന്ന ഒരു ക്രാഫ്റ്റാണിത്. ശരിയാകോ ഇല്ലെന്ന് അറിയില്ല. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയുള്ള നമ്മുടെ മെയിൻ ആയുധമാണ് ബലൂൺ. അപ്പോൾ ബലൂൺ വീർപ്പിച്ച് അതിൻ്റെ മുകളിലേക്ക് സെയിം അളവിൽ മിക്സ് ചെയ്ത വെള്ളവും ഫെവിക്കോളും കൂടെ തേച്ച് അതിലേക്ക് ടിഷ്യൂ പേപ്പർ, അത്യാവശ്യം നല്ലൊരു കട്ടി വരുന്നവരെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒട്ടിക്കുക, ഫെവിക്കോൾ തേക്കുക, ഒട്ടിക്കുക, ഫെവിക്കോൾ തേക്കുക. ലാസ്റ്റ് ഇത് മതി, ഇനി തേക്കുണ്ടാന്ന് നിങ്ങൾക്ക് തോന്നുന്നവരെ തേച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ലാസ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇലയും പൂക്കളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇലയും പൂക്കളും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഒന്ന് വെച്ച് കൊടുക്കും. ലാസ്റ്റ് ഇലയുടെയും പൂവിൻ്റെയൊക്കെ രൂപം ഉണ്ടാവുമെന്ന് പോലും അറിയില്ല, ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ മാത്രം ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് പശ വെച്ച് തേച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് പറ്റുന്നിടത്തൊക്കെ നമ്മൾ ഇലകളും പൂക്കളും ഒക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനൊന്ന് ഉണക്കാൻ വയ്ക്കാം. അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിന് ബലൂണിൻ്റെ കാറ്റഴിച്ച് വിടുന്ന ചടങ്ങാണ്. കാറ്റഴിച്ച് വിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പതിയെ പതിയെ മാത്രമാണ് കാറ്റ് വിടാവുള്ളൂ. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ചുരുണ്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ വാവട്ടമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള ഒരു LED ബൾബ് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ആദ്യം ഇതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കണം എന്ന് ഓർത്തായിരുന്നേ. പക്ഷേ എനിക്ക് പെട്ടെന്ന് നമ്മളിപ്പോൾ വീട്ടിലൊക്കെ വെക്കാൻ വേണ്ടി ചെടിച്ചട്ടി മേടിക്കില്ലേ, അതിൻ്റെ ഒരു ബേസ് കിട്ടി. അതിനകത്താണ് ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഇലയും പൂക്കളൊന്നും വലിയ കാര്യമായിട്ട് തെളിഞ്ഞൊന്നും കാണാനില്ല. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോളൂ കേട്ടോ.